വെങ്കട് പ്രഭു വിജയ് ചിത്രമായ ഗോട്ടിൻ്റെ റിവ്യൂ ആണ്. ഏകദേശം 3 മണിക്കൂറുണ്ട് ചിത്രം. ബേസിക് ത്രെഡ് പറയുകയാണെങ്കിൽ ഒരു റിവെഞ്ച് സ്റ്റോറി തന്നെയാണ്. പല ചിത്രങ്ങളുടെ റീമേക്ക് ആണെന്നുള്ള അവകാശവാദങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് തന്നെ പറയുകയാണെങ്കിൽ മലയാളത്തിൽ റീസെൻ്റ് ഇറങ്ങിയ ഒരു LPGയുടെ ചിത്രത്തിൻ്റെ അവസാനത്തെ ഒരു 20 മിനിറ്റിൻ്റെ കഥ തന്നെയാണ് ഇതിൻ്റെ മൊത്തം പ്ലോട്ട് എന്ന് പറയുന്നത്. അതിന് വേറൊരു രീതിയിൽ കാണിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. വിജയുടെ ചിത്രം കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിജയുടെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഷോ ഓഫ് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. വിജയ് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. 2 കഥാപാത്രങ്ങളും അതിൻ്റെ മാനറിസവും കാര്യങ്ങളായിട്ട് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഡാൻസ് സീക്വൻസ് ആയാലും കൊള്ളായിരുന്നു. പിന്നെ എടുത്തു പറയാവുന്നൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റണ്ട് കൊറിയോഗ്രാഫിയും സിനിമാറ്റോഗ്രാഫിയും രണ്ടും വളരെ മികച്ചിരുന്നു. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ഒരു നല്ല ശതമാനം സ്റ്റണ്ട് തന്നെയാണ്. പിന്നെ ഫസ്റ്റ് ഹാഫിലെ കുറച്ച് കോമഡിയും കാര്യങ്ങളും കുഴപ്പമില്ലായിരുന്നു. ക്ലൈമാക്സ് കുഴപ്പമില്ലാത്തൊരു ക്ലൈമാക്സ് എന്നേ പറയാനുള്ളൂ. ഒരു മട്ട എന്നൊരു സോങ് വന്ന് പ്ലേ ചെയ്തിട്ടുണ്ട്, അതും വളരെ നല്ലതായിരുന്നു. ക്ലൈമാക്സിനോടനുബന്ധിച്ച് തല മങ്കാത്തയുടെ ഒരു BGM ഇട്ട് ഒരു സീക്വൻസ് കാണിക്കുന്നത്, അതും വളരെ നല്ലതായിരുന്നു. ഇത്രയൊക്കെയാണ് നമുക്കിതിനകത്തൊരു പ്ലസ് പോയിന്റ് എന്ന് പറയാൻ പറ്റുന്ന കഥ. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും മെയിൻ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ CGI വളരെ ബോറായിരുന്നു. അതിനകത്ത് വിജയകാന്തിനെ കാണിക്കുന്ന CGI ഒക്കെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. BGM യുവൻ ശങ്കർ രാജ പോലൊരു സംഗീത സംവിധായകൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു BGM ഇതിലൊട്ടും കിട്ടിയില്ല. പിന്നെ ചില പാട്ടുകൾ കുത്തിത്തിരിക്കുന്നത് പോലെ തോന്നി, ആവശ്യമില്ലാതെ വളരെ സീരിയസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്നൊരു പാട്ട് വന്ന് അതിൻ്റെ ആ രസച്ചരട് മുറിച്ച് കളയുന്ന പോലെ തോന്നി. പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് അടിക്കുന്ന പോലെ തോന്നിയിരുന്നു. പിന്നെ ഒരു നെഗറ്റീവ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ പ്രഡിക്റ്റബിളാണ്. ഒരു 3-4 സസ്പെൻസ് ഉണ്ടെങ്കിലും അതിനകത്ത് ഒരെണ്ണം ഓക്കെ ആയിരുന്നു, ബാക്കിയൊക്കെ നമുക്കറിയാം ഇന്നതാണ് സംഭവിക്കാൻ തോന്നുന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു സുഖം ഉണ്ടായില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ. CGI ഞാൻ ആദ്യം പറഞ്ഞ പോലെ, പ്രത്യേകിച്ച് ഇപ്പോൾ IMAX-ലൊക്കെ ഇത് ഇറക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും ഈ ഒരു CGI വളരെ ബോറായിട്ട് പെട്ടെന്ന് മനസ്സിലാകാൻ കഴിയും. പെർഫോമൻസിലേക്ക് വരുമ്പോഴത്തേക്കിനും വിജയുടെ ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ പ്രശാന്ത് ആയാലും പ്രഭുദേവ, അജ്മൽ അവരവരുടെ റോളുകൾ വല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലായിരുന്നു. നായികയായിട്ട് വന്ന സ്നേഹയുടെ ഒരു സീരിയസ് റോള് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പകുതി കഴിയുമ്പോഴത്തേക്കും അത് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. മെയിൻ വില്ലനായിട്ട് വന്ന മോഹൻ, അദ്ദേഹത്തിന് അത് ഒരു വില്ലൻ എന്ന രീതിയിൽ പ്രതിഷ്ഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗും അതിനകത്തില്ലായിരുന്നു. പിന്നെ മറ്റൊരു നായികയായിട്ട് മീനാക്ഷി ചൗധരി, പിന്നെ ജയറാം, അവർ രണ്ടുപേരും കുഴപ്പമില്ലാത്ത റോള് ചെയ്തു എന്ന് വേണം പറയാൻ. അങ്ങനെ ആകെ മൊത്തത്തിൽ കുഴപ്പം ഇല്ലാന്നേ പറയാൻ പറ്റും. നമുക്കൊരു വിജയ് പിന്നെ 2-3 കേമിയോ റോൾസ് ഉണ്ട്, അതും കുഴപ്പമില്ലായിരുന്നു. അവരെ കാണുമ്പോൾ കിട്ടുന്ന ഒരു രസമുണ്ട്. പക്ഷേ ഈ ചിത്രത്തിൻ്റെ മൊത്തമായിട്ട് എടുത്ത് നോക്കുമ്പം ഒരു പോരായ്മയും തോന്നിയത് അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി പറയത്തക്ക ഒരു ബലം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വിജയ് ചിത്രങ്ങൾ ഇത്രയും ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉള്ളൊരു പടമാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഗൂസ്ബംപ് മൊമെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആ നായകനെ എലിവേറ്റ് ചെയ്യുന്ന സീക്വൻസുകൾ. ആ ഒരു സാധനം ഈ ചിത്രത്തിൽ ഉടനീളം ഇല്ലാതായിപ്പോയി. അത് തന്നെയാണ് ഈ പടത്തിൻ്റെ മെയിൻ പ്രശ്നം. കഥ നമുക്കൊരു പരിധി വരെ വിജയ് ചിത്രങ്ങൾക്ക് നമ്മൾ പ്രതീക്ഷിക്കാറില്ല, നമ്മൾ ആഘോഷിക്കപ്പെടാനാണ് പോകുന്നത്. പക്ഷേ ഇതിനകത്ത് നായകനെ എലിവേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഗൂസ്ബംപ് അടിക്കുന്ന മൊമെൻറ്റ്സോ ഒട്ടും തന്നെ ഇല്ല എന്ന് വേണം പറയാൻ. അതാണ് ചിത്രത്തിൻ്റെ ഒരു മെയിൻ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. ഒരു വട്ടം കണ്ടിരിക്കാവുന്ന ഒരു ആവറേജ് ഫ്ലിക്കിന് അപ്പുറത്തേക്ക് ഒന്നും ഇല്ലാതെ പോയി ഗോട്ട്. അപ്പോൾ അടുത്ത ചിത്രത്തിൻ്റെ റിവ്യൂ ആയി വീണ്ടും കാണാം. ബൈ.